ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേരള കാർട്ടൂണുകളെക്കുറിച്ചും ഇന്ത്യൻ കാർട്ടൂണുകളെക്കുറിച്ചുമുള്ള ചില വസ്തുതകളാണ്. അതിനോട് ബന്ധപ്പെട്ട് ഈ മേഖലയുമായി കേരള PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി നമ്മൾക്ക് ഇന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് ആര് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ കാർട്ടൂണുകളുടെ പിതാവ് എന്നല്ല ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം കെ ശങ്കർ. ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഉത്തരത്തിൻ്റെ കൂടെയുള്ള ഉത്തരം ആർ ശങ്കർ എന്നായിരിക്കും. അവിടെ ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ ശങ്കറാണ്. അങ്ങനെയെങ്കിൽ 1957 ന്യൂഡൽഹിയിൽ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ്, കെ ശങ്കർ. 1957 ന്യൂഡൽഹിയിൽ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് കെ ശങ്കർ. എന്നാ സ്ഥാപിച്ചത്? 1957. എന്നാൽ ഇന്ത്യൻ ആനിമേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റാം മോഹനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം എന്നറിയപ്പെടുന്നത് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ഇത് സ്ഥാപിതമായത് 2014. എവിടെയാണ് സ്ഥാപിതമായത്? കൃഷ്ണപുരം, കായംകുളം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എന്നറിയപ്പെടുന്നു. കെ ശങ്കറിൻ്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥാപിതമായത് 2014. സ്ഥാപിക്കപ്പെട്ടത് കൃഷ്ണപുരത്താണ്, കായംകുളത്താണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. കേരള കാർട്ടൂൺ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. എന്നാൽ കേരള കാർട്ടൂൺ അക്കാദമി നിലവിൽ വന്നത് 1982. 1982 സ്ഥാപിതമായ കേരള കാർട്ടൂൺ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പരിചയപ്പെടാം ചില പ്രശസ്തരായിട്ടുള്ള ഇന്ത്യയുടെ കാർട്ടൂണിസ്റ്റുകളെക്കുറിച്ച്. അതിൽ ഒന്നാമത്തെ വ്യക്തി RK ലക്ഷ്മൺ, രണ്ടാമത്തെ വ്യക്തി അബു എബ്രഹാം, മൂന്നാമത്തെ വ്യക്തി മായ കമ്മത്ത്, മറ്റൊരാൾ കെ ശങ്കർ പിള്ളൈ. അപ്പോൾ RK ലക്ഷ്മൺ, അതുപോലെ തന്നെ അബു എബ്രഹാം, മായ കമ്മത്ത്, കെ ശങ്കർ പിള്ളൈ എന്നിവർ ഇന്ത്യയുടെ പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളാണ്. കൂടാതെ സുധീർ തായ്ലങ്, സതീഷ് ആചാര്യ, ബാൽ താക്കറെ, നിഖിൽ ചൗധരി, ഇർഫാൻ ഹുസൈർ എന്നിവരും ഇന്ത്യയുടെ മറ്റ് പ്രശസ്തരായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളാണ്. അപ്പോൾ സുധീർ തായ്ലങ്, സതീഷ് ആചാര്യ, ബാൽ താക്കറെ, നിഖിൽ ചൗധരി, ഇർഫാൻ ഹുസൈൻ എന്നിവരും ഇന്ത്യയുടെ പ്രശസ്തരായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളാണ്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് പ്രശസ്തരായ മലയാളി കാർട്ടൂണിസ്റ്റുകളെ കുറിച്ചാണ്. അതിൽ പ്രശസ്തനായ ഒരു വ്യക്തി നോക്കൂ, യേശുദാസൻ, മറ്റൊരാൾ OV വിജയൻ, അബു എബ്രഹാം, മലയാറ്റൂർ രാമകൃഷ്ണൻ. ഒന്നുകൂടെ നോക്കാം. CJ യേശുദാസൻ, OV വിജയൻ, അബു എബ്രഹാം, മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇവരെല്ലാം കേരളത്തിൻ്റെ പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളാണ്. എന്നാൽ കേരളത്തിലെ പ്രശസ്തരായ മറ്റു ചില കാർട്ടൂണിസ്റ്റുകളെക്കുറിച്ച് കൂടി നമുക്ക് പരിചയപ്പെടാം. ഗോപികൃഷ്ണൻ, EP ഉണ്ണി, G അരവിന്ദൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, S ജിതേഷ്, BM ഗഫൂർ. ഒന്നുകൂടി ആവർത്തിക്കാം. ഗോപികൃഷ്ണൻ, EP ഉണ്ണി, G അരവിന്ദൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, S ജിതേഷ്, BM ഗഫൂർ. ഇവരെല്ലാം കേരളത്തിലെ പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളാണ്. ഇനി ഏവർക്കും ആകാംക്ഷ തോന്നുന്ന ഒരു ചോദ്യമാണ്, മലയാളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ ഏത് എന്ന്. ഉത്തരം മഹാക്ഷാമദേവത. മഹാക്ഷാമദേവത എന്ന് പറയുന്ന ഈ കാർട്ടൂൺ വിദൂഷകൻ മാസികയിൽ ആയിരുന്നു പോലും ആദ്യമായി അച്ചടിച്ചു വന്നത്. നോക്കൂ, കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആദ്യത്തെ കാർട്ടൂൺ എന്നറിയപ്പെടുന്നത് മഹാക്ഷാമദേവത. ഇതാദ്യമായിട്ട് അച്ചടിച്ചു വന്നത് വിദൂഷകൻ മാസികയിലായിരുന്നു. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. കേരള കാർട്ടൂണുകളുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇതും. രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കുലപതി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാര്? ഉത്തരം CJ യേശുദാസൻ. രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കുലപതി എന്നറിയപ്പെടുന്നു CJ യേശുദാസൻ. ഇദ്ദേഹം ഈ അടുക്ക മരണപ്പെട്ടു. ഇദ്ദേഹത്തെ തന്നെയാണ് കേരളത്തിൻ്റെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതും. അപ്പോൾ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കുലപതി എന്നറിയപ്പെടുന്നു, കേരളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണിസ്റ്റ് എന്നറിയപ്പെടുന്നു. ആരാണ്? CJ യേശുദാസൻ. ഇദ്ദേഹം ഈ അടുക്ക മരണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന.
അപ്പോൾ CJ യേശുദാസൻ്റെ ഓട്ടോബയോഗ്രഫി ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന. എന്നാൽ CJ യേശുദാസൻ്റെ പ്രധാനപ്പെട്ട ചില കാർട്ടൂണുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് കിട്ടും മാവൻ, മിസ്സസ് നായർ, പൊന്നമ്മ സൂപ്രണ്ട്, ജുബ്ബാച്ചേട്ടൻ. CJ യേശുദാസിൻ്റെ പ്രധാനപ്പെട്ട ചില കാർട്ടൂണുകൾ കിട്ടും മാവൻ, മിസ്സസ് നായർ, പൊന്നമ്മ സൂപ്രണ്ട്, ജുബ്ബാച്ചേട്ടൻ എന്നിവയാണ്. ഇനി ഈ കഴിഞ്ഞ വർഷം ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, മാതൃഭൂമി പത്രത്തിലെ കുഞ്ഞമ്മാവൻ എന്ന കാർട്ടൂണിൻ്റെ സൃഷ്ടാവ് ആര് എന്നൊരു ചോദ്യം ഈ അടുക്ക ചോദിച്ചതാണ്. ഉത്തരം BM ഗഫൂർ. കുഞ്ഞമ്മാവൻ എന്ന കാർട്ടൂണിൻ്റെ സൃഷ്ടാവ് ആരെന്ന ചോദ്യം, BM ഗഫൂർ. ഇനി ഇങ്ങോട്ടേക്ക് നോക്കാം. ആ കാർട്ടൂണിസ്റ്റിൻ്റെ പേര് VT തോമസ് എന്നാണ്. VT തോമസ് എന്ന് പറയുന്ന ഈ കാർട്ടൂണിസ്റ്റിൻ്റെ തൂലികാനാമം ടോംസ് എന്നാണ്. അപ്പോൾ ടോംസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു VT തോമസ്. ടോംസിൻ്റെ പ്രധാനപ്പെട്ട കാർട്ടൂൺ പരമ്പരകൾ നമുക്കൊന്ന് പരിശോധിക്കാം. PSC പലവട്ടം ചോദിച്ചാണ്. ബോബനും മോളിയും, കുഞ്ചുകുറുപ്പ്, ഉണ്ണിക്കുട്ടൻ. ടോംസിൻ്റെ പ്രധാനപ്പെട്ട കാർട്ടൂൺ പരമ്പരകൾ ബോബനും മോളിയും, ഉണ്ണിക്കുട്ടൻ, കുഞ്ചുകുറുപ്പ് എന്നിവയാണ്. ഇനി ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് G അരവിന്ദൻ. ആശയക്കുഴപ്പമുണ്ടാവാതെ നോക്കട്ടെ, ഒന്നുകൂടെ പറയാം. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് G അരവിന്ദൻ. എന്നാൽ ഇത്തിരി നേരം ഒത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയുടെ പിതാവ് OV വിജയനാണ്. ഇത്തിരി നേരം ഒത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പരയുടെ പിതാവ് OV വിജയൻ. OV വിജയൻ്റെ ഒരു അർദ്ധകായ ശില്പം ഈ അടുക്ക ഉദ്ഘാടനം ചെയ്തത് പോത്തൻകോട്, തിരുവനന്തപുരത്തെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലാണ്. അപ്പോൾ ഇത്തിരി നേരം ഒത്തിരി ദർശനം എന്ന കാർട്ടൂണിൻ്റെ സൃഷ്ടാവ് OV വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധകായ ശില്പം ഈ അടുക്ക ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്തെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലാണ്. കേരള കാർട്ടൂണുകളുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ കാർട്ടൂണുകളുമായി ബന്ധപ്പെട്ടും ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ ക്ലാസ്സുകൾക്കായി എയ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്